ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പാമ്പിന്റെ വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തു നിന്നും കണ്ട പാമ്പുകൾ, പള്ളിയിൽ നിന്ന് കണ്ട പാമ്പുകൾ, ഒരുതരം ആൾക്കാരിങ്ങനെ പാനിക് ആവുന്നുണ്ട് ഈ പാമ്പുകളെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 70കളിലൊക്കെ ജനിച്ചവർ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ആ ഒരു പറമ്പൊക്കെ ഒരു കാടൊക്കെയുള്ള സ്ഥലത്താണ്. ഞാൻ എൻ്റെ അവസ്ഥ പറയാം, അന്ന് കറണ്ട് പോലും ഉണ്ടായിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ ദിനേന ഞങ്ങൾ കാണും പാമ്പ്. കാണുന്ന പാമ്പുകളോ മൂർഖനെ കാണും, കുടിയിരിപ്പൻ, അതുപോലെ തന്നെ വലിയ വലിയ ചേരകൾ, വീട്ടിലൊക്കെ പാമ്പുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ടെൻഷൻ പിടിക്കാറൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വഴിക്കങ്ങ് പോകും. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്, ആ സമയത്ത് എൻ്റെ ഒക്കെ മരണപ്പെട്ടു പോയ ഉമ്മാവ് എന്ത് ചെയ്യുമെന്നറിയോ, ഈ കഴുങ്ങിന്റെ ഈ പാള ഉണ്ടാവല്ലോ കയ്യിൽ. അപ്പം വീട്ടിൽ പാമ്പ് വരുമ്പോൾ ഈ ഉമ്മാമ ഇങ്ങനെ പറയുന്നതാണ്, നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മളെ ഒന്നും ചെയ്യേണ്ട, വന്ന വഴിക്ക് തന്നെ പോണേ. ആ പാമ്പ് അങ്ങനെ പോകുന്നേം കാണാം. പക്ഷെ എനിക്കൊക്കെ അന്നേരം ഒരു മായാവി കഥയായിട്ടാണ് തോന്നിയത്. പിന്നീട് ഞാൻ ചരിത്രങ്ങളും കുറേ പ്രമാണങ്ങളും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ജിന്നുകൾ പാമ്പിന്റെ കോലത്തിൽ വരുമെന്ന് പ്രമാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കണ്ടാൽ നിങ്ങൾ പാമ്പിനെ കൊല്ലരുതെന്നും രണ്ടാമത് കണ്ടാൽ മാത്രമേ കൊല്ലാൻ പറ്റും ഒക്കെ പ്രമാണങ്ങളിൽ കാണുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാല് പാമ്പുകൾ അത് ഈ ചൂടിന്റെ അവസ്ഥ കൊണ്ട് അതിൽ നിൽക്കാൻ കഴിയാത്തപ്പോൾ മാളത്ത് നിന്ന് വരികയാണ്. അപ്പൊ ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് ഇനി ചൂടാകുമ്പോക്ക് എല്ലാവരും പ്രാർത്ഥന ഉണ്ട്, നാട്ടിലെ ചൂട് കുറയും. ഇപ്പം തന്നെ ഇന്നലെ ഒക്കെ വയനാടൊക്കെ ചെറുങ്ങനെ മഴ പെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്കാവും. അപ്പൊ നമ്മളിങ്ങനെ പാനിക് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാമ്പുകളെ വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ജനങ്ങളെ വെറുതെ പരിഭ്രാന്തപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഈ പാമ്പിന്റെ വീഡിയോസുകൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ നല്ല മെസ്സേജ് ആയിട്ട് നിങ്ങൾ ഒരു മോട്ടിവേഷൻ കൊടുത്ത്, അങ്ങനെ നമ്മൾ സുരക്ഷ, അതായത് വീട്ടിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, പാമ്പിനെ വരുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ഈ കൂട്ടിയിട്ട സാധനങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഷൂ നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ നല്ല മെസ്സേജുകൾ കൊടുക്കാം. അല്ലാതെ വെറുതെ പാനിക്കായ മെസ്സേജുകൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പ്രിയപ്പെട്ട യൂട്യൂബേഴ്സിനോട്, അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് അധികം ഇടുന്നില്ല, സാധാരണ നോർമൽ ആൾക്കാരാണ് ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന കാണും. തീർച്ചയായും കാര്യമായി അതൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിനോട് പറയാനുള്ളത്.